മെയ് 14 ഈസ്റ്ററിൻ്റെ 6-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. യോഹന്നാൻ 15-ാം അധ്യായം 9 മുതൽ 17 വരെ വാക്യങ്ങൾ. ഒരിക്കൽ 3 പേർ ചേർന്ന് ബൈബിളിൻ്റെ ചില പുതിയ വിവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഒന്നാമൻ പറഞ്ഞു, എനിക്ക് പുതിയ അമേരിക്കൻ പതിപ്പ് ഇഷ്ടമാണ്. പഴയ പതിപ്പുകളെക്കാൾ ഇത് വ്യക്തമാണ്, അതിനാൽ വായിക്കാൻ എളുപ്പവുമാണ്. രണ്ടാമൻ പറഞ്ഞു, എനിക്ക് ജെറൂസലം ബൈബിളാണ് കൂടുതൽ ഇഷ്ടം. അത് കൂടുതൽ വ്യക്തം എന്ന് മാത്രമല്ല, കൂടുതൽ കാവ്യാത്മകവുമാണ്. അത് പ്രാർത്ഥിക്കുന്നതിന് അത് വളരെ എളുപ്പമാക്കുന്നു. മൂന്നാമൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയുടെ വിവർത്തനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവൾ ബൈബിൾ വാക്യങ്ങൾ പ്രവർത്തനത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നത് എളുപ്പമാക്കുന്നു. ഇന്നത്തെ വായനയിൽ യേശു സംസാരിക്കുന്ന അതാണ്. ബൈബിൾ പ്രവർത്തനങ്ങൾക്ക് വിവർത്തനം അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ മത്ഥ്യാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യൂദാസ് ഇസ്കറിയോത്തേക്ക് പകരമായി ആദിമ ക്രിസ്ത്യൻ സമൂഹം മുന്നോട്ട് വെച്ച 2 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ബർസബാസിനും മത്ഥ്യാസിനും വേണ്ടി നറുക്കിട്ടു. നറുക്ക് മത്ഥ്യാസിന് വീണു. അങ്ങനെ 11 അപ്പോസ്തലന്മാരോടൊപ്പം അദ്ദേഹവും എണ്ണപ്പെട്ടു. ഒരു നാണയം എറിഞ്ഞോ അല്ലെങ്കിൽ നറുക്കിട്ടോ ഒരു പ്രധാന തീരുമാനമെടുക്കുന്നത് നമുക്ക് വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ പുരാതന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രീതി തികച്ചും സാധാരണമായിരുന്നു. ജോഷുവ ആ രീതിയിലാണ് ദേശം വിഭജിച്ചത്. നേതാക്കൾ ആ രീതിയിലാണ് ജോലികൾ ഓരോരുത്തരെ ഏൽപ്പിച്ചത്. വികാരങ്ങളും മുൻവിധികളും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ സ്വാധീനിക്കാതിരിക്കാൻ നറുക്കെടുപ്പ് ഒരു മാർഗമായിരുന്നു. എന്നാൽ ഇതിനപ്പുറം ദൈവത്തിൻ്റെ കൈകളിൽ ഫലം വെക്കാനുള്ള ഒരു മാർഗവുമായിരുന്നു അത്. ദൈവത്തിന് എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ ആരുടെയും കാര്യത്തിൽ ഒരു മുൻഗണനയുണ്ടെങ്കിൽ അത് കാണിക്കാൻ നറുക്കെടുപ്പ് നല്ല മാർഗമായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം സ്വന്തം ജീവനേക്കാൾ പ്രധാനമായിരുന്നു. മത്ഥ്യാസ് ദൈവവചനം പ്രസംഗിച്ചു. ക്രിസ്തുവിനെ ദൈവപുത്രനായി അവതരിപ്പിച്ചതിൽ ഒരു വഞ്ചകൻ എന്ന നിലയിൽ യഹൂദന്മാരുടെ മൂപ്പന്മാരുടെ സമിതിക്ക് മുമ്പാകെ മത്ഥ്യാസിനെ കൊണ്ടുവന്നു. അവർ അവനെ ജീവനോടെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. പൗതി മരിച്ചപ്പോൾ തന്നെ ഒരു റോമൻ പട്ടാളക്കാരൻ വന്ന് അവനെ ശിരച്ഛേദം ചെയ്തു. ഇന്നത്തെ സുവിശേഷം യേശു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആഴമേറിയ സന്ദേശം പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. സ്നേഹത്തിലൂടെ തന്നോടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രാധാന്യവും വെറും വാക്കുകളോ വികാരങ്ങളോ അല്ല, അതിനപ്പുറം യഥാർത്ഥ സ്നേഹത്തിൻ്റെ ത്യാഗപരമായ സ്വഭാവവും ഊന്നിപ്പറയുന്നു. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ നമ്മെ ഉപദേശിക്കുന്നു. യേശുവിൽ നിന്നുള്ള ശക്തമായ ഒരു ആഹ്വാനമാണ് ഈ വാക്യം. എന്നാൽ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിസ്വാർത്ഥമായും ത്യാഗപരമായും നിരുപാധികമായും എന്നാണ് ഇതിനർത്ഥം. ഭൂമിയിലായിരുന്ന കാലത്ത് യേശു സ്നേഹം കാണിച്ച രീതിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അവൻ രോഗികളെ സുഖപ്പെടുത്തി, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ചു, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിച്ചു. അവൻ്റെ മാതൃക പിന്തുടരാനും
നമ്മുടെ ചുറ്റുമുള്ളവരോട് അതേ സ്നേഹം കാണിക്കാനും അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.